ഞാൻ MSK ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്നുള്ള ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ഞാനാണ്. കഥ, തിരക്കഥ, സംഭാഷണം ഞാനാണ് നിർവഹിക്കുന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു പ്രണയമാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിനിമ ഡിറക്ഷൻ ചെയ്യുന്നത് R.A. ഷഫീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു സിനിമയെന്നൊന്നും ഞാൻ ഈ സിനിമയെ പറ്റി അവകാശപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്ലോട്ടിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ഞങ്ങൾ പറയാൻ പോകുന്നത്. ഇതൊരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായ കാരണം ഞങ്ങൾ ഇതിനെ ഒരു കാലഘട്ടം തന്നെ സൃഷ്ടിച്ചിട്ടാണ് ഈ സിനിമയിൽ ഓരോ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നത്. മാത്രമല്ല ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് തമിഴിലെ തന്നെ ടോപ്പ് ക്യാമറമാരിൽ ഒരാളായിട്ടുള്ള ശേഖർ B. ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ശേഖർ സാറ് ചെയ്തിട്ടുള്ള പടങ്ങളെന്ന് പറഞ്ഞാൽ രജനീകാന്തിൻ്റെ ചന്ദ്രമുഖി, അതുപോലെ വിജയുടെ തിരുപ്പാച്ചി, ശിവകാശി തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാമറമാനായിട്ടുള്ള ആളാണ് അദ്ദേഹം. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡീപ്പസ്റ്റ് പ്രണയകഥയാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ എനിക്ക് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ സംഗീത സംവിധാനവും ഞാൻ തന്നെയാണ് നിർവഹിക്കുന്നത്. തെലുങ്ക് കന്നഡ നടി സഞ്ജന ആണ് ഇതിലെ മെയിൻ ഹീറോയിനായിട്ട് അവതരിക്കുന്നത്. പിന്നെ സെവൻസ് റൺ ബേബി റൺ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അമീർ നിയാസാണ് ഇതിൻ്റെ മെയിൻ ഹീറോ ആയിട്ട് ചെയ്യുന്നത്. ആൾ ആദ്യമായിട്ട് ഉടനീളമുള്ള ഒരു മെയിൻ കഥാപാത്രം ചെയ്യുകയാണ് ഈ സിനിമയിൽ കൂടെ. ഇത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ബക്രീദിന് നിങ്ങളുടെ മുന്നിലെത്തുക. നമസ്കാരം, എൻ്റെ പേര് ഷാ മുഹമ്മദ്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം തീർച്ചയായും ഇതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി ആയിട്ടാണ് ഈ സിനിമ ഞങ്ങളിവിടെ ചിത്രീകരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എക്യുപ്മെൻറ്റ്സുകളും ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ ഒരുവിധ കോംപ്രമൈസും തയ്യാറായിട്ടില്ല. ഇതിൻ്റെ ഡയറക്ടർ R.A. ഷഫീർ, സ്ക്രിപ്റ്റ് MSK. നമസ്കാരം, ഞാൻ അമീർ നിയാസ്. ഞാനിപ്പോൾ കോഴിക്കോട് നിന്നാണ് സംസാരിക്കുന്നത്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ ഈ സിനിമയിൽ നായകനായിട്ട് ചെയ്യുന്നു. മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ഷാ മുഹമ്മദാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. R.A. ഷഫീർ സംവിധാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ MSK. ശേഖർ B. ജോസഫാണ് ഈ ചിത്രത്തിൻ്റെ ക്യാമറമാൻ. അദ്ദേഹം ഒരുപാട് തമിഴ് ഫിലിം, തെലുങ്ക് അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. പിന്നെ എൻ്റെ കൂടെ അഭിനയിക്കുന്നത്, ഞാൻ അവരുടെ കൂടെ അഭിനയിക്കുന്നതെന്ന് പറയാം, അതൊന്നല്ലത്. കലാഭവൻ ചേട്ടൻ, പിന്നെ ഉഷ ചേച്ചിയുണ്ട്, മങ്ക മഹേഷ്, അങ്ങനെ ഒരുവിധപ്പെട്ട വലിയ ആർട്ടിസ്റ്റുകളെല്ലാം ഉണ്ട്. സത്താർക്കുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട വലിയ ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാം ഉള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഓഫറായിട്ടാണ് ഞാൻ ഈ ചിത്രത്തെ കാണുന്നത്. കാരണം ഞാൻ മലയാളത്തിൽ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന മൂവി റൺ ബേബി റൺ, സെവൻസ്, പുതുമുഖങ്ങൾ, ലൈഫ് പാർട്ണർ എന്ന് പറഞ്ഞൊരു ചിത്രം ചെയ്തിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തമിഴ്, തെലുഗു അങ്ങനെ ഒരു വർക്കിലായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പ് കൂടെ മലയാളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് നല്ലൊരു പ്രൊജക്റ്റ് ഇങ്ങനെ ഒരു വെയിറ്റിങ്ങിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചിത്രത്തിൻ്റെ കഥയായിട്ട് ഷഫീർ സാറും MSKയും എൻ്റെ അടുത്ത് സമീപിക്കുന്നത്. ഞാൻ ഈ ചിത്രത്തിൻ്റെ കഥ ഒരു വൺ ലൈൻ കേട്ടപ്പോൾ തന്നെ
ഒന്നും മിണ്ടാതെ ഓക്കെ അടിച്ചൊരു ചിത്രമാണിത്. കാരണം ഞാൻ ഇതുവരെ ചെയ്തതിലും ഏറ്റവും അതിനേക്കാളൊക്കെ ഒരു മേലെ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ടോട്ടലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരിയസ് റോളായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ടോട്ടലി ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എൻ്റെ വരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഹായ്, എല്ലാവർക്കും വണക്കം, എല്ലാവർക്കും നമസ്കാരം. ആൻഡ് ரொம்ப സന്തോഷം. பத்ருல் முனீர் ஹுஸ்னுல் ஜமால் ரொம்ப நல்லா படத்துக்காக நான் பெங்களூரில் கன்னடா ஷூட்டிங்கில் இருந்த டைம் எனக்கு ஒரு கால் வந்துச்சு. ஸ்கிரிப்ட் கேட்டியாச்சு, ஸ்கிரிப்ட் இமெயிலில் வந்தாச்சு. ரொம்ப சந்தோஷம் ஸ்கிரிப்ட் பார்த்துட்டு. அண்ட் இமீடியட்லி ஆஃப்டர் தட் ஐ கேம் டு கேரளா. ஐ கேம் டு எர்ணாகுளம். In Ernakulam I met the director sir, producer sir. Director sir வந்து ஷஃபீர் sir and producer sir வந்து ஷா முகமது. எல்லாரும் ஷா முகமது சருக்கு பாப்பின்னு கூப்பிடுவார். Media Factory from Dubai, the name of his company and the production house. So இவ்வளோ நல்ல ஒரு ஸ்கிரிப்ட் வந்தாச்சு. Like you can see my getup right now. Full படத்தில் கெட்டப் இப்படி தான் இருப்போம். இட் இஸ் ஆஃப் அ மலபாரி முஸ்லிம் கேர்ள். ஹர் நேம் இஸ் கத்தீஜா. ஸோ இவ்வளோ ஒரு நல்ல பேர் வந்திருக்கு, இவ்வளோ ஒரு நல்ல பேரில் கேரக்டர் வந்திருக்கு. சச் அ வெரி பயஸ் நேம், சச் அ வெரி ரிலீஜியஸ் நேம் கதீஜா. It's about Badrul Munir is falling in love with Husnul Jamal. The whole movie is based on that. Rambo deep, passionate love story. Rambo passion in the story ready pannirkaru with very beautiful family drama. You really have to see the film to witness it, but I have really been enjoying it. Ana ஒரு சீன் நான் ஷூட் பண்ணிட்டு இருந்தா ரொம்ப என்ஜாய்மெண்ட்லேயே ஷூட் பண்ணிட்டு இருக்கேன். ரொம்ப டெடிகேஷன் ஃபுல்லாக ஷூட் பண்ணிட்டு இருக்கேன். அண்ட் ரொம்ப எக்ஸைட்டடாக ஷூட் பண்ணிட்டு இருக்கேன். பிகாஸ் நான் நிறைய கமர்ஷியல் படம் பண்ணியிருக்கேன், பட் இவ்வளோ நல்ல ஒரு மலையாளம் படம், அது கூட இவ்வளோ சிம்பிள் பியூட்டிஃபுல் டீப் லவ் ஸ்டோரி. ரைட்டர் வந்து ஷஃபீகா. ஸோ அவங்கள பற்றி நான் கண்டிப்பாக சொல்லணும். ரொம்ப நல்ல ரைட்டர் அவங்க. அண்ட் 3 வருஷத்துக்காக இந்த பர்டிகுலர் ஸ்கிரிப்ட் இருந்திருக்காரு. அண்ட் ஹீ இஸ் வெரி பேஷனட் அண்ட் டெடிக்கேட்டட் அபவுட் இட். எல்லா சீன்ஸுக்கும் வந்து அவங்க ரொம்ப நல்லா கைடன்ஸ் கொடுப்பாரு. எனக்கு ரொம்ப நல்லவா சீன்ஸ் எனக்கு எக்ஸ்பிளைன் பண்ணுவார். அண்ட் டைரக்டர் சார் பற்றி சொல்லணுமா, ஹீ இஸ் வெரி பாசிட்டிவ் பர்சன், very encouraging person. நிறைய சப்போர்ட் பண்ணுவார். எப்போ பார்த்தா எதுவும் பேசா ரொம்ப நல்லா பாசிட்டிவாக பேசுவார். ரொம்ப நல்லா பாசிட்டிவாக சிச்சுவேஷன் அனலைஸ் பண்ணுவார். ஸோ இந்த மாதிரி ஒரு பாசிட்டிவ் டீம் ப்ளஸ் வெரி குட் ப்ரொடக்ஷன் வேல்யூஸ். ஷா முகமது சார் வந்து ஃபுல் ப்ரொடக்ஷன், எல்லாருக்கும் ப்ரொடக்ஷனில் ரொம்ப நல்லா ஃபெசிலிட்டிஸ் கொடுத்து ரொம்ப நல்லா பார்த்துருக்காரு. I should really thank Shah Muhammad sir and Shafir, our director sir, and Shekhar V. Jose sir. Because எனக்கு எது நான் மூவிஸ் பண்ணியிருக்கேன் தெலுங்குல கன்னடாவில். நான் தமிழில் எதுவும் படம் பண்ணலை. ஸோ தெலுங்குல கன்னடாவில் என்ன மூவிஸ் பண்ணியிருக்கேன். அந்த படத்தில் வந்து I have done very commercial films where I'm dressed up in western dresses or jeans or basically city girl madri. But ivlo alagana or simple beautiful character enakku kadachide first time in Badrul Munir Husnul Jamal. In the particular character வந்து ரொம்ப heavy performance demand ஆகும். இந்த கெட்டப்பே நீங்கள் பார்த்தா மெயினாக வந்து ஃபேஸ் வேல்யூ அண்ட் ஃபேஸில் எவ்வளோ நல்லவா எக்ஸ்ப்ரெஷன்ஸ் இருப்போம், அந்த வேல்யூ தான் இந்த கேரக்டருக்கு ரொம்ப பியூட்டிஃபுல்லாக கேரி பண்ணிட்டு போவோம். ഹായ്, ഞാൻ അൻസിബ. ഇപ്പം ഞാൻ ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന മൂവിൻ്റെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ഷാ മുഹമ്മദ് നിർമ്മിച്ച് ആർ എ ഷഫീർ സംവിധാനം ചെയ്യുന്നതാണ് ഈ ചിത്രം. ഈ ചിത്രത്തിൽ എൻ്റെ ക്യാരക്ടർ സുലൈഖ എന്നാണ് ക്യാരക്ടർ നെയിം. ഒരു മുസ്ലിം ബാക്ക്ഡ്രോപ്പിലാണ് ഇത് ചിത്രീകരിക്കുന്നത്. എനിക്ക് പ്രധാനമായിട്ട് സന്തോഷം ഇത് കാലിക്കറ്റാണ്. ഇതിൻ്റെ ഹോൾ ലൊക്കേഷൻ കാലിക്കറ്റാണ്.
അപ്പം എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കാലിക്കറ്റുള്ള പ്രശസ്തമായിട്ടുള്ള കോളേജാണ്, ഗുരുവായൂരപ്പൻ കോളേജ്. ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കോളേജിൽ വന്ന് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. അപ്പോൾ ഇവിടെ തന്നെ എനിക്ക് ഷൂട്ടും ഈ മൂവിൻ്റെ ഷൂട്ടും ഇവിടെ തന്നെയാണ്. അതും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി കാണുമ്പോൾ. കാരണം പഴയ ഇതൊക്കെ എല്ലാവർക്കും ഒരുപാട് താല്പര്യമാണല്ലോ. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇപ്പോൾ സോങ്സ് ആണെങ്കിലും ഒരു 40 years ബാക്ക് നമ്മളിപ്പോഴും പറയും പഴയ സോങ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഇപ്പോഴും അതൊക്കെയാണ് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടം. അതുപോലെയുള്ള പാട്ടുകളും സീക്വൻസുകളും ഒക്കെയാണ് മൂവിയിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മുഹമ്മദ് ജിബ്രാൻ. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ചിത്രത്തിന് വേണ്ടി കഥയൊരുക്കിയിരിക്കുന്നത് MSK ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ RS ഷഫീർ. ഈ ചിത്രത്തിൽ എൻ്റെ വേഷം ജമാൽ ഹാജി എന്ന കഥാപാത്രമാണ്, അതായത് നായികയുടെ ഉപ്പ. മലയാളത്തിൽ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വെർജിൻ പ്രേമകഥയിലൂടെയാണ് ഈ പടത്തിൻ്റെ ആവിഷ്കരണം നടക്കാൻ പോകുന്നത്. ഒരുപാട് ഒപ്പനകളും മാപ്പിളപ്പാട്ടിൻ്റെ ലഹരിയും കൊടുത്തുകൊണ്ട് ഇത് അടുത്ത വലിയ പെരുന്നാളിന് റിലീസ് ചെയ്യാനാണ് തീരുമാനം. അതുകൊണ്ട് നിങ്ങളെല്ലാം കുടുംബസമേതം പോയി ഈ ചിത്രം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി, നമസ്കാരം. Hi, my name is Natalia. I act in Badrul Munir Husnul Jamal. My character name is Noor Jahan, and in this role I'm acting. I have a friendship between a boy and a girl in friendship. Also, a special thanks to director Shafir uncle and script writer MSK uncle and producer Shah uncle. And a special thanks to my parents, friends and cousins, full family, and God bless all of you. ഞങ്ങളിപ്പോൾ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്താണ്. നല്ലൊരു മുസ്ലിം സബ്ജക്റ്റ് വ്യക്തമായ രൂപത്തിൽ എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഡയറക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസ്സലാമു അലൈക്കും. നമ്മൾ സുലൈമാൻ മൊയ്ലിയാരാണ്. ഈ പടത്തിൽ ബദറുൽ മുനീർ ഹസ്രത് ജമാൽ എന്ന് പറയുന്ന ഈ സിനിമയിൽ ഒരു മൊയ്ലിയാരായിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. ഷാ മുഹമ്മദ് നിർമ്മിച്ച് ഷെരീഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്. മമ്മൂക്കോയ, അതുപോലെ അമീറാണ് നായകൻ, അൻസിബ, അതുകൂടാതെ ഒരുപാട് നടീനടന്മാർ അഭിനയിക്കുന്ന ഒരു വലിയ കഥയാണിത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു മുസ്ലിം സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കാണണം. നമ്മളുടെ ഈ കഥാപാത്രത്തെ പറ്റി നിങ്ങൾ നമ്മളെ എഴുതി അറിയിക്കണം. അറിയിക്കുമല്ലോ, നമ്മുടെ അഡ്രസ്സ് വേണ്ടേ? അത് വേണ്ടാന്ന് നമുക്ക് നേരിട്ട് കാണാമല്ലോ. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും മഞ്ഞല്ലേ? അസ്സലാമു അലൈക്കും. മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് ബദറുൽ മുനീർ ഹുസ്നു ജമാൽ. ഷാ മുഹമ്മദാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. പുതുമുഖ സംവിധായകനായ ഷഫീറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. MSK ആണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് അമീർ നിയാസാണ്. അമീർ നിയാസിന് പുറമെ കലാഭവൻ മണി, മാമുക്കോയ, വിജയകുമാർ, കലിംഗ ശശി, സാജു കൊടിയൻ, അങ്ങനെ ഒരു വൻ താരനിര തന്നെ ഇതിന് പിന്നിലുണ്ട്. ഹൻസിബ, അങ്ങനെ ഒരുപാട് ആളുകൾ. ഒരു നാട്ടുംപുറത്തെ കഥയാണ് ഇത് പറയുന്നത്. ഒരു മുസ്ലിം സബ്ജക്റ്റാണ്. വളരെ രസകരമായ, എന്നാൽ അതിലുപരി കുറച്ച് ഉദ്വേഗം നിറഞ്ഞ ഒരു കഥയാണ് ഈ ബദറുൽ മുനീർ ഹുസ്നു ജമാൽ. നിങ്ങളെല്ലാവരും ഈ ചിത്രം കണ്ട് വിജയിപ്പിക്കണം. മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ
ഷാ മുഹമ്മദ് നിർമ്മിച്ച് ഷഫീർ സംവിധാനം ചെയ്യുന്ന ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന സിനിമയുടെ സെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് MSK ആണ്. ഇതിൽ എനിക്ക് കോരു എന്നൊരു കഥാപാത്രമാണ്. എല്ലാ ഗ്രാമങ്ങളിലും മിക്കവാറും ഗ്രാമങ്ങളിൽ കാണുന്ന 2 ഭാഗവും പറയുന്ന ഒരു കുറച്ച് പ്രായമുള്ള ഒരാളാണ്. ഇത് സിനിമ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സിനിമ കാണണം, അതിൻ്റെ അഭിപ്രായം അത് നല്ലതായാലും ചീത്തയായാലും ഇതിൻ്റെ വിതരണ കമ്പനി അറിയിക്കണം. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയാണല്ലോ ഏത് സിനിമയിലും വിജയം, ഈ കാണുന്ന പ്രേക്ഷകരുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കട്ടെ. നമ്മുടെ പടത്തിൻ്റെ പേര് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ഒരു സഹവർത്തിത്വത്തോടുകൂടി എല്ലാവരും പ്രവർത്തിക്കുന്നു. ഈ പടം ഒരു വൻ വിജയമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഉമ്മക്കുൽസു എന്നാണ്. ഉമ്മക്കുൽസു ഈ കഥയിലെ നായകൻ ആരിഫിൻ്റെ ഉമ്മയാണ്. എന്നെ ഈ വേഷത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യണത്. ഈ പടത്തിലെ നായകൻ്റെ ഉമ്മുമ്മ ഐഷുമ്മയുടെ ക്യാരക്ടറാണ് ഞാൻ. എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കുന്നത് കലാഭവൻ മണിയാണ്. ഈ ഒരു പടം ഞാൻ ഒരു സിനിമയിലും ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. ഞാൻ വിചാരിച്ചു എന്താണ് ഇങ്ങനെ ഒരു പഴയ പേര്. പക്ഷെ ആദ്യമായിട്ട് അവിടെ ഷൂട്ടിങ് ചെല്ലുമ്പോൾ ഒരു ഒപ്പനയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു നന്നായിട്ടുണ്ടല്ലോ ഈ പാട്ട്, ആരാ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ആരാ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ആരാ പാടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ പടത്തിൻ്റെ ബദറുൽ മുനീറിൻ്റെ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനീറിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ പാടുകയും ചെയ്തു. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ആ പാട്ട്. അതിങ്ങനെ ആസ്വദിച്ചു. അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ കഥയും. കഥ എഴുതിയിരിക്കുന്നത് MSK എന്ന് പറയുന്ന പുതിയൊരാളാണ്. അദ്ദേഹം കേച്ചേരിക്കാരനാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന മീഡിയ ഫാക്ടറിയുടെ പേരിൽ മുഹമ്മദ് ഷാ എന്നൊരാളാണ്. ഹായ്. മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ഷാ മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത് RA ഷഫീർ സംവിധാനം ചെയ്യുന്ന ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് കുടുംബ പ്രേക്ഷകർക്ക് 2 കൈ നീട്ടി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സൈനബ. നമസ്കാരം, ഞാൻ ഗീത വിജയൻ. മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ഷാ മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ബദറുൽ മുനീർ പടത്തിൽ ഞാൻ ചെയ്യുന്നത് ആമിന എന്ന ക്യാരക്ടറാണ്. ഇതിലെ ഹീറോയിൻ ഖദീജയുടെ ഉമ്മ വേഷമാണ്. തീർച്ചയായും നിങ്ങളിതെല്ലാം കാണണം, കണ്ട അഭിപ്രായം പറയണം, അനുഗ്രഹിക്കണം. ഈ ചിത്രം കണ്ട് നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. കാരണം നിങ്ങളോടുള്ള അപേക്ഷയാണ്. കാരണം ഇത് നിങ്ങളാരും തിയേറ്ററിൽ വന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതൊരു നഷ്ടമായി പോയി എന്നുള്ളൊരു തോന്നലുണ്ടാക്കില്ല. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങളെല്ലാവരും ചിത്രം വന്ന് കാണണം, അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല
നിങ്ങൾക്ക് പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് ഇന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇതുപോലത്തെ ഒരാൾ, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്യാരക്ടറുകളായിരിക്കും ഒരു പകുതിയിലധികവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ഈ സിനിമ ഈ വരുന്ന ഹജ്ജ് പെരുന്നാളിന് തിയേറ്ററിലെത്തും. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങൾ വിലയിരുത്തി ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷകളോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല ഈ സിനിമയെ പറ്റിയിട്ട്. നല്ല സിനിമേനെ മലയാള പ്രേക്ഷകരെന്നും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാകട്ടെ ഇതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.